ഐഫോൺ ഫാമിലി എന്ന ഡ്രാമയുടെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ബാക്കി ഇപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ കാണാൻ തുടങ്ങുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ സെക്ഷൻ ഈയുടെ സീസൺ 2 റിലീസ് ആയിട്ടുണ്ട്. പക്ഷെ ഏതാണ്ട് 10 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. പക്ഷെ മൊത്തം എപ്പിസോഡ്സ് റിലീസ് ആയിട്ടില്ല. ഒരു എപ്പിസോഡ് മറ്റോ റിലീസ് ആയിട്ടുള്ളൂ. ബാക്കി എപ്പിസോഡ്സ് 2026 ഫെബ്രുവരി 5-നകമേ റിലീസും ആകുള്ളൂ. അപ്പോൾ കുറെ കൂട്ടുകാരെ സെക്ഷൻ ഇടാനായി കമന്റ്സ് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ ഫുൾ എപ്പിസോഡ്സ് ഒന്നും റിലീസ് ആയിട്ടില്ല. ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ടാണ് എപ്പിസോഡ്സ് റിലീസ് ആവാനും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് ചാടി തുടങ്ങാത്തത്. എന്തായാലും സെക്ഷൻ സീസൺ 2 എപ്പിസോഡ്സ് നമ്മൾ ഇടുന്നതായിരിക്കും. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പൊ ആ ഒരു ഇറ്റാലിയൻ കമ്പനിയുമായിട്ടുള്ള ഡീലിംഗിൽ ഹ്യുൻജുവിന്റെ അച്ഛൻ വഴി കുറച്ച് കാശ് തേക്ക് കിട്ടിയിരിക്കുകയാണല്ലോ. അവൻ അതിൽ നിന്ന് ആദ്യം തന്നെ കടം വീട്ടാനായി പോകുന്നത് അന്ന് ഫ്യൂണറൽ സമയത്ത് കാശ് ചോദിച്ചു വന്ന് പിന്നീട് കമ്പനിയിലേക്ക് എത്തി അവരുടെ ലീസ് എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുപോയ ഒരാളുണ്ടല്ലോ, അയാളുടെ കടവാണ്. അയാളെ ചെന്ന് കണ്ട് ആ കാശ് ഇപ്പൊ കൊടുത്ത് ആ ഒരു എഗ്രിമെന്റ് തിരിച്ച് തേ വാങ്ങുമ്പോൾ അയാൾ അവനോട് സത്യത്തിൽ സോറി പറയുന്നുണ്ട്. എനിക്കപ്പോ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ കിട്ടാനുള്ള ആ ഒരു ക്യാഷ് എങ്ങനെയാലും മേടിച്ചെടുക്കുക എന്നല്ലാതെ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയതെന്ന്. എന്തായാലും അവനിപ്പോ ഏറ്റെടുത്ത് നടത്തുന്ന ബിസിനസ്സിൽ അയാൾ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ബാക്കി കുറച്ച് കടവും കാര്യങ്ങളും എല്ലാം വീട്ടി വളരെ ചെറിയൊരു എമൗണ്ട് ഇപ്പോൾ തേയുടെ കയ്യിൽ ബാലൻസ് ആയിട്ടുള്ളൂ. ഈ എമൗണ്ട് വെച്ച് ഇനി നമ്മൾ മുന്നോട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന സിയോന്റെ ചോദ്യത്തിന് നമുക്ക് നേരെ ബൂസാനിലേക്ക് പോവാം. അവിടെ ട്രേഡിംഗ് ബിസിനസ് ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ അച്ഛൻ അവിടെ ഒരു പരിചയക്കാരിയുണ്ട്. അവരതുപോലെ ബിസിനസിന്റെ കാര്യങ്ങളിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ അവരെ കാണാൻ സിയോണും തേയും കൂടി ബുസാനിലേക്ക് പോകുന്നുണ്ട്. അവരും അവിടെ ഒരു ട്രേഡിംഗ് കമ്പനി നടത്തുകയാണല്ലോ. അവരുടെ വർക്കിംഗും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനായി സിയോൺ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഈ ടീം കാൽക്കുലേറ്റ് ചെയ്യാനായി അവർ കാൽക്കുലേറ്റർ എടുക്കുമ്പോഴേക്കും അവളാകട്ടെ മനക്കണക്കിൽ പെട്ടെന്ന് കൂട്ടി പറഞ്ഞ് അവരെ ഇംപ്രസ് ഒക്കെ ചെയ്യുന്നു. ഇതേ ടീം അവിടുത്തെ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തേ പോയിരുന്നു. ആ ടീം അവൻ വളരെ ചീപ്പായി എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷൂ വിൽക്കുന്ന ആളെ കാണുന്നുണ്ട്. അയാളോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാൾ സ്വന്തം ഫാക്ടറിയിലേക്ക് തേയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ അവർ സ്വന്തമായി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഷൂസ് കുറഞ്ഞ റേറ്റിന് അവർക്ക് ഇടനിലക്കാരില്ലാതെ കൊടുക്കാനായി സാധിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന അവൻ ആ ഷൂസ് ഹോൾസെയിൽ റേറ്റിൽ എടുത്തുകൊണ്ട് വന്ന് സെല് ചെയ്യാനായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. ഇതൊന്നും പക്ഷെ സിയോൺ അറിയുന്നില്ല. സിയോൺ മറ്റേ ആ ഒരു ഡീലറിന്റെ കൂടെ ഇരിക്കുകയാണ്. പിന്നീട് സിയോന്റെ അടുത്തേക്ക് എത്തി അവനിത് പറയുമ്പോൾ അവനെ എടുത്തു ചാടി ഇങ്ങനെ ഒരു കോൺട്രാക്ട് വെച്ചത് സത്യത്തിൽ സിയോണിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾ ഭയങ്കരമായി വെപ്രാളം പിടിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇതൊക്കെ ആര് വാങ്ങാനാ? നമ്മളിതൊക്കെ എങ്ങനെ വിൽക്കും? എന്ത് പണിയെ കാണിച്ചതെന്നല്ല. അങ്ങനെ പിണങ്ങിയിരിക്കുന്ന സിയോണിനെ ഒന്ന് മയപ്പെടുത്താനായി കുറച്ചധികം പാട് തേ പെടുന്നുണ്ട്. ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, ഓരോ കോമഡി കാണിക്കുന്നു. ആദ്യമൊക്കെ അവൾ മസിൽ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൾക്ക് ചിരി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരി, എല്ലാ കാര്യവും നന്നായിട്ട് മുന്നോട്ട് പോകുന്ന അത്ര കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷൂ വിൽക്കുന്ന കാര്യമാണെന്ന് കരുതി അവൻ പിന്നെ തീർച്ചയായും അത് വിൽക്കാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഷൂവിന്റെ കാര്യമല്ല ചോദിച്ചത്. സിഒ ആയി ഈ ഒരു കമ്പനിയെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ആ ഒരു കോൺഫിഡൻസ് ഉണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് ഒരു സിഒയുടെ ജോലി എന്നത് പോലും എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ എനിക്ക് കമ്പനി അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടെന്ന് അവൻ പറയുമ്പോൾ അതേ കോൺഫിഡൻസ് ആണ് ഒരു ജൂനിയർ സ്റ്റാഫ് ആയിരുന്ന അല്ലെങ്കിൽ ഒരു പ്യൂൺ ആയിരുന്ന അവളെ സീനിയർ ട്രേഡിംഗ് സ്റ്റാഫായി മാറ്റാനായി അവൻ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ട്. അവൾ അങ്ങനെ ചിരിക്കുന്ന ടീം അവന് വളരെ ഇഷ്ടപ്പെട്ട പിങ്ക് കളർ പൂ ഉണ്ടല്ലോ, അന്ന് അവൻ ആ ഒരു ട്രെയിനിൽ വെച്ച് കയ്യിൽ ബൊക്കെയായി പിടിച്ചിരുന്ന പൂ, അതേ പൂ കണക്കുണ്ട് ഇപ്പൊ അവളെ കാണാൻ എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ച് തേ വളർത്തിയിരുന്ന ആ റോസാപ്പൂക്കളൊക്കെ കരിഞ്ഞു നാശായി പോയിരുന്നു. അവൻ അത്രയും കാര്യമായി വളർത്തിയിരുന്ന അതിനെ പോലും വിട്ടുകളഞ്ഞാണ് അവനിപ്പോ ഇവിടെ ഈ ബിസിനസിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് അവൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അങ്ങനെ ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്ന തേ ഒരു കേക്ക് വാങ്ങിയാണ് വരുന്നത്. കാരണം ക്രിസ്മസ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പിയായി അമ്മയെ കാണുന്ന സന്തോഷത്തിൽ ആ ഒരു കേക്കൊക്കെ ഒന്നിച്ച് കട്ട് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓർത്തോണ്ട് അവൻ എത്തുമ്പോഴേക്കും വീട്ടിലാകെ പ്രശ്നമാണ്. അപ്പൊ ഇവർക്ക് ഈ താമസിക്കുന്ന വീടും ജപ്തിയായിരിക്കുന്നു. തുടർന്ന് കടക്കാരെത്തി ആ വീടും കൈക്കലാക്കുന്നു. അവിടെയുള്ള വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളും എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ ആകെപ്പാടെ കോലാഹലത്തിൽ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഒരു കേക്ക് ആർക്കും കഴിക്കാൻ പറ്റാത്ത രീതിക്ക് നശിച്ചു പോകുന്നതാണ് അവൻ കാണുന്നത്. തുടർന്ന് കൈ കിട്ടിയ ഡ്രസ്സും ചെറിയ ചെറിയ കാര്യങ്ങളും എടുത്തുകൊണ്ട് വേഗം അവിടെ നിന്ന് അവർ ഇറങ്ങുകയാണ്. അച്ഛൻ പോയി, സാമ്പത്തിക ബാധ്യത ഏറി വന്നു. ഇപ്പൊ കിടപ്പാടവും അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അമ്മയാകട്ടെ കുറെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് അവരുടെ അവസ്ഥ പറഞ്ഞ് അന്നൊരു ദിവസം തങ്ങാനായിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. അച്ഛനുള്ളപ്പോ അച്ഛൻ എന്തോരം പേരെ സഹായിച്ചതാ. പക്ഷെ ഇപ്പൊ അച്ഛൻ ഇല്ലാണ്ടായപ്പോ നമുക്ക് ആരും ഇല്ല, നീ കണ്ടോന്ന് പറഞ്ഞ് അമ്മ സങ്കടപ്പെടുമ്പോ തേ അമ്മയോട് ചോദിക്കുന്നത് നമുക്ക് അച്ഛന്റെ സ്ഥലത്തേക്ക് പോയാലോ എന്നാണ്. അത് കേൾക്കുന്ന അമ്മ ഭയങ്കരമായി അവിടെ ബഹളം വെക്കാനായി തുടങ്ങുന്നു. എങ്ങനെ തോന്നിയിടന്ന് നിനക്ക് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാനെന്നും പറഞ്ഞ് അമ്മ അവിടെ കരഞ്ഞ് ബഹളം വെക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആക്ച്വലി അച്ഛൻ മരിച്ചു പോയല്ലോ. അപ്പൊ അച്ഛന്റെ സ്ഥലത്തേക്ക് പോകാമെന്ന് അവൻ പറഞ്ഞത് മരിക്കാമെന്ന രീതിക്കാണെന്നാണ് അമ്മ കരുതിയത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അവൻ ഉദ്ദേശിച്ചത്. അവൻ അച്ഛന്റെ ഇടമെന്ന് ഉദ്ദേശിച്ചത് ഓഫീസ് ബിൽഡിംഗ് ആണ്. അങ്ങനെ അവിടേക്ക് ഇപ്പോ അമ്മയും കൂട്ടിക്കൊണ്ടു പോന്നു. അങ്ങനെ അന്ന് ഓഫീസിലാണ് അവർ കഴിഞ്ഞു കൂടുന്നത്. അടുത്ത ദിവസം രാവിലെ സിയോൺ എത്തുമ്പോൾ ഇവരെ ഓഫീസിൽ കണ്ടവളൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം നടന്ന കാര്യങ്ങൾ അവൾക്ക് അറിയില്ലല്ലോ. തുടർന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ അവൻ പറയുന്ന ടീം അപ്പോ ഇനി എപ്പോഴും ഓഫീസിൽ കിടക്കാനാണോ പ്ലാൻ എന്ന് അവൾ ചോദിക്കുന്നു. കാരണം ഇവരിങ്ങനെ ഓഫീസിൽ സ്റ്റേ ചെയ്താൽ അതൊട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. ഇതിപ്പോ വലിയ രീതിക്ക് വർക്ക് ചെയ്യുന്ന ഒരു
സ്ഥാപനം അല്ലെങ്കിലും അത് അതിന്റെ രീതിക്ക് നടക്കണ്ടേ? അല്ല, പുതിയൊരു ഇടം കണ്ടുപിടിക്കണം, അതിന് കാശ് കമ്പനിയിലുണ്ടല്ലോ എന്ന് മറ്റുള്ള തേ സംസാരിക്കുമ്പോൾ കമ്പനിയുടെ കാശൊന്നും പേഴ്സണൽ യൂസിന് എടുക്കാൻ പറ്റില്ല എന്നല്ല സിയോൺ അതിനെ ഉടനെ എതിർക്കുന്നുണ്ട്. അയ്യോ, എന്റെ കമ്പനിയല്ലേ, അപ്പൊ എന്റെ ഒരു ആവശ്യത്തിന് കാശ് എടുത്തെന്ന് ഓർത്ത് എന്ത് പറ്റാനാണെന്നെല്ലാം തേ പറയുമ്പോൾ അത് സിയോൺ സമ്മതിക്കുന്നില്ല എന്ന് കാണുന്ന തേയുടെ അമ്മ അതിന്റെ ഇടയിൽ കയറുന്നുണ്ട്. ആ കാശൊന്നും വേണ്ട, പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറുന്നതായിരിക്കും. മോൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് സിയോണിനോട് അവർ പറയുന്നുണ്ട്. വേറെ വഴിയില്ല, പക്ഷെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ടാണ് ഈ അമ്മ ഇത് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. കാരണം ഈ ബിസിനസ് എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു അവരുടെ ഹസ്ബൻഡിന് എന്നത് ആ അമ്മയ്ക്ക് നന്നായി അറിയാലോ. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് താല്പര്യമില്ല. പക്ഷെ അവസ്ഥ കാരണം അങ്ങനെ പറയേണ്ടി വന്നതാണെന്ന് മനസ്സിലാക്കുന്ന അവൾ അവരെയും കൂട്ടി അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോൾ മുത്തശ്ശിയും അനിയത്തിയും ഒരു അനിയനും സിയോണുണ്ട്. മുത്തശ്ശി ആയിട്ട് പെട്ടെന്ന് തേയെ കണ്ട് അവരുടെ മരിച്ച ഹസ്ബൻഡ് തിരിച്ചെത്തുന്ന കണക്ക് ഓടി വരുമ്പോൾ എന്റെ പൊന്നു മുത്തശ്ശി, ഇത് മുത്തശ്ശനൊന്നും അല്ല, ഇത് വേറൊരാളാണെന്ന് പറഞ്ഞ് ഓർമ്മക്കുറവുള്ള മുത്തശ്ശിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് സിയോണാണ്. തേക്കാണെങ്കിൽ അയ്യോ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്നുള്ള പേടിയിൽ അവർ അങ്ങനെ നിൽക്കാണ്. അവിടെ ഒരു ഔട്ട് ഹൗസ് പോലെ ഒരു ചെറിയൊരു റൂമുണ്ട്, അതാണ് അവർക്ക് സ്റ്റേ ചെയ്യാനായി സിയോൺ കൊടുക്കുന്നത്. അപ്പോൾ അനിയത്തി കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, അത് എന്റെ റൂമല്ലേ, എനിക്ക് ആ റൂം വേണമെന്നും പറഞ്ഞു. ഈ സമയത്താണ് ഇതാ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വന്ന പെൺകുട്ടി അല്ലേന്ന് അവിടെ വെച്ച് സിയോന്റെ അനിയത്തിയെ കണ്ടു പരിചയമുള്ള തേയും മനസ്സിലാക്കുന്നത്. അങ്ങനെ അനിയത്തിയെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ തേയും അമ്മയും താമസം തുടങ്ങുന്നു. കട്ടിലോ മറ്റു സൗകര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല, എങ്കിലും ഇപ്പോ കയറി കിടക്കാൻ ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന ആശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇതേ ടീം മുത്തശ്ശി പേരക്കുട്ടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ മുത്തശ്ശിക്ക് നല്ല ഓർമ്മക്കുറവുള്ളത് കൊണ്ട് തന്നെ എന്തായാലും അത് തന്റെ ഹസ്ബൻഡ് അല്ല വന്നതെന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശി അപ്പോൾ തന്റെ മകനാണ് തിരിച്ചു വന്നതെന്ന രീതിക്ക് അവിടെ കിടന്ന് പെറുക്കുമ്പോ അതാണോ എന്റെ അച്ഛനെ കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത സിയോന്റെ ഈ ഒരു കുഞ്ഞനിയൻ ചോദിക്കുന്ന ടീം അതേന്ന് മുത്തശ്ശി അവർക്കുള്ള ഓർമ്മ പശകന്റെ പുറത്ത് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാളെ തൊട്ട് ഇനി തേയെ കാണുമ്പോ ഈ പയ്യനെ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് നടക്കുവാവോ. എന്തായാലും അന്ന് രാത്രി തേക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. അവൻ നല്ല രീതിക്ക് ജീവിച്ചിരുന്ന ഒരാളായിരുന്നല്ലോ അമ്മയും. ഇപ്പൊ ഇങ്ങനെ ആയല്ലോ, ഇപ്പൊ ഇതെങ്കിലും ഉണ്ട് കയറി കിടക്കാൻ ഒരു സഹായത്തിന് സിയോൺ ഇതൊക്കെ ചെയ്തു തന്നു. എന്നിരുന്നാലും എങ്ങനെ ജീവിച്ചവരെങ്ങനെ ആയല്ലോ എന്ന് അവന് ഭയങ്കര സങ്കടമുണ്ട്. അമ്മയെ നന്നായി നോക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഭയങ്കര വിഷമം അവനുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ സിയോന്റെ അനിയത്തിയായ മിൻഹയെ കാണുമ്പോൾ അവൾ എയർ ഹോസ്റ്റസ് ആയിട്ടുള്ള എല്ലാ ജോബും കാര്യങ്ങളും സെറ്റ് ആയിരുന്നപ്പോഴാണല്ലോ ഈ ഒരു സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്നതും ആ ജോലി അവൾക്ക് നഷ്ടപ്പെട്ടതും പുതിയ സ്റ്റാഫ്സിനെ കമ്പനി എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചതും ഒക്കെ. അങ്ങനെ ഇപ്പോ ചെറിയ ചെറിയ ജോലികൾക്ക് അവൾ പോവാണ്. ഇപ്പൊ തന്നെ ഒരു റെസ്റ്റോറന്റിൽ ഡാൻസ് ചെയ്യാനും അവിടെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് അങ്ങനെ അവൾ ജോലിക്ക് പോകുന്നുണ്ട്. തുടർന്ന് അവിടെ വെച്ച് ചില കസ്റ്റമേഴ്സ് അവളെ ഹറാസ് ചെയ്യാനായി നോക്കുമ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന നാം അത് കാണുന്നുണ്ട്. ആക്ച്വലി ഇവിടെ കണ്ട നാമിനും പരിചയമുള്ളതുകൊണ്ടാണ് ഇവിടെ കണ്ടപാടെ ഹെൽപ്പ് ചെയ്യാനേ പോകുന്നത്. പക്ഷെ ആ കസ്റ്റമേഴ്സ് തിരിച്ച് നാമിനോട് തട്ടിക്കേറി അവനെ എടുത്തിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ മിൻഹയാണ് നാമിനെ രക്ഷപ്പെടുത്താനായി ആ ഫൈറ്റ് ബാക്കി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരെ ഒരുവിധം ഒതുക്കിയ ശേഷം വഴക്കുണ്ടാക്കാൻ അറിയില്ലെങ്കിൽ എന്തിനാ വഴക്ക് തുടങ്ങി വെച്ചെന്ന് മിൻഹ ചോദിക്കുമ്പോൾ അത് പിന്നെ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് ശ്രമിച്ചതാ, അപ്പോഴേക്കും പണി പാളിപ്പോയിന്ന് അവനും പറയുന്നു. അങ്ങനെ എന്തായാലും അപ്പൊ അവിടെ വെച്ച് മിണ്ടുന്ന അവർ പിന്നീട് അവർ ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു ഷോയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറെ ടൈം അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ഓഫീസിലിരുന്ന് തേയും സിയോണും സംസാരിക്കുന്നതാണ് കാണുന്നത്. ഓർഡർ ചെയ്ത ഷൂസ് ഒക്കെ നാളെ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് തേ അതൊക്കെ വിറ്റ് ഞാൻ കുറെ കാശ് സമ്പാദിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കോഫി ഇട്ടോണ്ട് വരാമെന്ന് പറഞ്ഞ് സിയോൺ പോകുന്നുണ്ട്. എപ്പോഴും നീ അല്ല കോഫി ഇടുന്നത്, ഞാൻ കോഫി ഇടാന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് ചെല്ലുന്ന തേ അവന് കോഫി ഇട്ട് യാതൊരു പരിചയമില്ലെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് കോഫി പൗഡറും ഷുഗറും ഒക്കെ വാരിയിടുന്നത് കാണുന്ന അവൾ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നിച്ചവർ കോഫി ഇട്ട് അവിടെ കുടിച്ചോണ്ടിരിക്കുന്ന ടീം നമ്മൾ ഇനി വേണം കമ്പനിയുടെ പുതിയ ക്ലയൻസിനെ കണ്ടെത്താനായി. കമ്പനി നിർത്താൻ പോകുന്ന എന്ന ആ ഒരു രീതിക്കും ബാക്കി സ്റ്റാഫ്സ് ഒക്കെ പോയതുകൊണ്ടും ഒക്കെ നമുക്ക് കുറെ ക്ലയൻസിനെ നഷ്ടമായി. കുറെ എന്ന് പറഞ്ഞാൽ എല്ലാം പോയി എന്ന് തന്നെ പറയാം. ഇനി നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങണം, എന്നാലേ ഈ ട്രേഡിംഗ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നെല്ലാം അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെ പ്രൊഫഷണൽ ആയ രീതിയിൽ ക്ലയൻസിനോട് സംസാരിക്കണം, അവരെ ഗ്രീറ്റ് ചെയ്യണം, അവരോട് ഇടപെടണം എന്നതൊക്കെ തന്നെ അവരവിടെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തെയോ സിയോണോ കാണാതെ അവരുടെ കൂടെ മുന്നേ ഈ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് അവിടെ എത്തുകയും അയാൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അയാൾ അവിടെ പിന്നീട് ഇവർ കണ്ട് എന്താ ഇപ്പൊ ഒരു അറിയിപ്പില്ലാണ്ട് വന്നേന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ടീം അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ ഓൺ ആയിരുന്നത് സിയോൺ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാക്കുന്നില്ല. എന്തായാലും അടുത്ത ദിവസമായിട്ട് രാവിലെ തന്നെ തേ റെഡി ആവുന്നുണ്ട് ബൂസാനി പോയ ഒരു ഷൂസ് കളക്ട് ചെയ്യാനായി. അങ്ങനെ അവൻ പോകാൻ നിൽക്കുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാന്നൊക്കെ അമ്മ പറയുമ്പോൾ ഇല്ല അമ്മ ട്രെയിനിന്റെ ടൈമായി എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ പുറപ്പെടുന്നതിന് മുന്നേ അമ്മയോട് എനിക്ക് ഇന്ന് കാശ് കിട്ടും അമ്മ, ഈവനിങ് ഞാൻ അമ്മയും കൊണ്ട് റെസ്റ്റോറന്റിൽ പോവാം, നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ ബൂസാനിലെത്തി കാശ് ഏൽപ്പിച്ച ആ ഒരു ഷൂ ഫാക്ടറി ഓണറിനെ നോക്കുമ്പോഴേക്കും അയാൾ ആകെപ്പാടെ വല്ലാത്ത അവസ്ഥയിരിക്കുകയാണ്, ഒളിച്ചിരിക്കുന്നിടത്തുനിന്നാണ് തേ അയാളെ കണ്ടുപിടിക്കുന്നത്. ചോദിക്കുമ്പോൾ അയാൾ കുറച്ച് കാശ് ആർക്കോ കടം കൊടുക്കാനുണ്ടായിരുന്നു. തേ ഇയാളെ ഏൽപ്പിച്ച ആ കാശും ഇയാള് അത് വെച്ച് റെഡിയാക്കി വെച്ചിരുന്ന ഷൂസും എല്ലാം തന്നെ അവർ എടുത്തോണ്ട് പോയി. ഇനി തേക്ക് കൊടുക്കാൻ കാശില്ല, ഷൂസും ഇല്ല എന്നതാണ് തേ മനസ്സിലാക്കുന്നത്. അവൻ ആകെ തകർന്നു പോകുന്നുണ്ട്. ഇയാൾ ആകെപ്പാടെ എല്ലാം പോയി ഇടിയും കിട്ടി വല്ലാത്തൊരവസ്ഥ ഇരിക്കുന്നുണ്ട്. അയാളോട് കൂടുതലൊന്നും പറയാനായും അവന് പറ്റുന്നില്ല. പക്ഷെ വലിയൊരു നഷ്ടം അവനിവിടെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യം ഷൂസ് വെയിറ്റ് ചെയ്ത് സോളിലുണ്ടായിരുന്ന സിയോണിനെ മെസ്സേജ് വഴി അറിയിക്കാനുള്ള ധൈര്യമേ തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള കാശ് കൊടുത്ത് ഈ പണി ഒപ്പിച്ചപ്പോഴേ അവള് പറഞ്ഞത് വേണ്ട ശരിയാവില്ല എന്ന്. പക്ഷെ അത് കേൾക്കാതെ അവൻ
ചെയ്തതല്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും അവൻ എത്തുമെന്ന പ്രതീക്ഷയില് അമ്മയായിട്ട് റെസ്റ്റോറന്റിന്റെ അവിടെ പോയി ഏറെ നേരം കാത്തിരുന്നെങ്കിലും തേ വരാതെ കുറെ നേരം വെയിറ്റ് ചെയ്ത് മടങ്ങി വീടിന്റെ അവിടേക്ക് എത്തുമ്പോ അവിടെ തേ അമ്മ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. മോൻ എന്താ വരാൻ, അമ്മ എത്ര നേരമായിട്ട് നോക്കിയിരുന്നാണെന്നല്ല, രാവിലെ റെസ്റ്റോറന്റിന് അവിടെ നിന്നാ മതി, നമ്മയോട് പറഞ്ഞിട്ട് പോയതല്ലേ എന്നൊക്കെ ചോദിച്ച് അമ്മ സംസാരിക്കുമ്പോ സോറി അമ്മ, ഞാൻ ഇപ്പോഴാ വന്നേ, ഇച്ചിരി ലേറ്റ് ആയി പോയെന്നും പറഞ്ഞ് അവൻ പതർന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അമ്മയോട് പറയാതിരിക്കാനേ അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന അമ്മ എന്തുണ്ടെങ്കിലും മോൻ അമ്മയോട് പറ, അമ്മയ്ക്ക് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഒന്നും അങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടക്കാതെ എന്ന് അമ്മയും പറയുന്നു. അങ്ങനെ അമ്മയുടെ ചോദ്യത്തിന് മുന്നേ അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് കരയുമ്പോ സാരില്ല, എല്ലാം റെഡി ആവുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനല്ലേ അമ്മയ്ക്ക് പറ്റൂ. എന്തായാലും പിന്നീട് ആ ഒരു ബൂസാനിലുള്ള ട്രേഡർ തേയെ കോണ്ടാക്ട് ചെയ്ത് പറയുന്നുണ്ട്, ഞാൻ ആ ഒരു ഷൂ കമ്പനിക്കാരനുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കി, അയാളുടെ കയ്യിൽ നിന്ന് നിനക്ക് തരാനുള്ള സ്റ്റോക്ക് എല്ലാം എടുത്തോണ്ട് പോയിരിക്കുന്നവര് ഇയാൾ അവർക്ക് കൊടുക്കാനുള്ള കാശ് തിരിച്ചു കൊടുത്താലേ ഈ ഒരു ഷൂസ് വിട്ടു തരൂ, അതുകൊണ്ട് നീ ആ കാശ് കൊടുത്താൽ നിനക്ക് ആ ഷൂസ് കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ആ ഷൂസിനുള്ള കാശ് കൊടുത്തതല്ലേ, ഞാനെന്തിനാ ഇനി അയാളുടെ കടം വീട്ടാൻ നടക്കുന്നത്, അതിനൊന്നും എന്റെ കാശിലാന്നെല്ലാം തേ പറയുമ്പോൾ ഫോൺ വാങ്ങി സിയോണാകട്ടെ എങ്ങനെയെങ്കിലും ഞങ്ങൾ കാശ് അറേഞ്ച് ചെയ്യാം, ആ ഷൂസ് ഞങ്ങൾക്ക് വേണം, അതെങ്ങനെയും മേടിക്കണമെന്നില്ല ഇങ്ങനെ പറയുന്ന ടീം. അതെങ്ങനെ ശരിയാവും, ഷൂസിന്റെ കാശ് കൊടുത്തതല്ലേ, ഇനി നമ്മൾ എന്തിനാ വല്ലവരെയും കടം വീട്ടുന്നില്ല തേ സങ്കടപ്പെടുമ്പോ. പക്ഷെ ഇപ്പൊ വേറെ വഴിയില്ല, ഷൂസ് വേണമെങ്കിൽ ആ കാശ് നമ്മൾ കൊടുത്തല്ലേ പറ്റൂന്ന് സിയോൺ അവനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അങ്ങനെ എന്തായാലും തേ കാശ് എവിടെന്നെങ്കിലും കളക്ട് ചെയ്യാനേ കുറച്ച് ബാങ്കിനൊക്കെ കോൺടാക്ട് ചെയ്ത് നോക്കുന്നുണ്ടൊന്ന് ലോൺ കിട്ടുമെന്നൊക്കെ. പക്ഷെ അങ്ങനെ പണയം വെക്കാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആരും ലോൺ കൊടുക്കുന്നില്ല. അങ്ങനെ അവൻ ആ ടെൻഷൻ ഇരിക്കുമ്പോഴേക്കും സിയോൺ അവിടേക്ക് കുറച്ച് കാശുമായി എത്തുന്നു. ഈ കാശ് എവിടെ നിന്നാണെന്ന് തേ ചോദിക്കുമ്പോൾ കമ്പനിയിലെ സ്റ്റാഫ്സിന് വേണ്ടി തേയുടെ അച്ഛൻ ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ കുറച്ച് ഡെപ്പോസിറ്റ് ഇട്ടിരുന്നല്ലോ, അതിൽ സിയോണിന് കിട്ടിയ ആ ഒരു ഡെപ്പോസിറ്റ് ആണ് അവളിപ്പോ തേക്ക് ആ ഒരു ഷൂസ് വാങ്ങാനായി നൽകാനായി പോകുന്നത്. അത് മനസ്സിലാക്കുന്നവൻ അത് വേണ്ട, അത് നിനക്ക് അവകാശപ്പെട്ട കാശാണെന്ന് പറയുമ്പോ അല്ല, ഇത് ഈ കമ്പനിക്ക് വേണ്ടിയുള്ള കാശാ, ഞാനിത് കിട്ടിയപ്പോഴേ തിരിച്ചു തരണമെന്ന് വിചാരിച്ചാ, പക്ഷെ ഇപ്പോഴാ അതിനുള്ള ഒരു സാഹചര്യം ഒത്തു വന്ന്, അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോയി തീർച്ചയായും കാര്യങ്ങൾ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അതങ്ങനെ കൊടുത്തു വിടുമ്പോൾ അങ്ങനെ ആ കാശുമായി മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ആ ഒരു ഡീല് സെറ്റിൽ ചെയ്യാനായി പോകുന്ന തേയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.